9th Standard Maths, page 77 questions. ഈ ഒരു സെക്ഷനിലത്തെ പ്രോബ്ലംസുകളിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി അല്ലേ? എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് കൊണ്ട് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, വൈ കൊണ്ട് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? എക്സ് ഇൻറ്റു യു എങ്ങനെ വരാം? എക്സ് യു. Then x into minus v അല്ലേ? x into minus v എന്ന് പറയുമ്പോൾ രണ്ട് സിമ്പിൾ ഒന്നും അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് സിമ്പിൾ എന്താ വരിക? മൈനസ് എന്നാണ് വരിക അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു വി എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് വി. ഇനി മൈനസ് വൈ ഇൻറ്റു യു അല്ലേ? മൈനസ് വൈ ഇൻറ്റു യു എന്ന് പറയുമ്പോൾ സിമ്പിൾ എന്താ വരിക? പ്ലസ് ഇൻറ്റു മൈനസ് തന്നെ വരും. വൈ ഇൻറ്റു യു വൈ യു എന്ന് കിട്ടും. ഇനി മൈനസ് വൈ ഇൻറ്റു മൈനസ് വി ഒരേ സിമ്പിൾസ് ആണ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ് അല്ലേ? അപ്പോൾ വൈ ഇൻറ്റു വി എന്ന് പറയുന്നത് വൈ വി എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഫോർമുല വരുന്നത്? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 38 ഇൻറ്റു 49 അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ അല്ലെ, എക്സ് മൈനസ് വൈയുടെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 40 മൈനസ് 2 എന്നായി അല്ലേ? 40 മൈനസ് 2 38 ഇൻറ്റു 49 എങ്ങനെ എഴുതാം? 50 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? 50 മൈനസ് 1 49 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യണം? 40 കൊണ്ട് 50യെയും 40 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് 15നെയും 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു എങ്ങനെ വരും? 40 ഇൻറ്റു 50 അല്ലേ? 40 ഇൻറ്റു 50 മൈനസ് 40 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 50 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് കിട്ടി. എത്ര വരും? 40 ഇൻറ്റു 50 2000 മൈനസ് 40 മൈനസ് 2 ഇൻറ്റു 50 100 പ്ലസ് 2 എന്ന് കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1862 എന്ന് കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 47 ഇൻറ്റു 99 അല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 47 50 മൈനസ് 3 എന്ന് വരും, 99 100 മൈനസ് 1 എന്ന് വരും അല്ലേ? ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 50 കൊണ്ട് 100നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് 100നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 50 ഇൻറ്റു 100 മൈനസ് 50 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് കിട്ടി. 50 ഇൻറ്റു 100 5000 മൈനസ് 50 ഇൻറ്റു 1 50 മൈനസ് 3 ഇൻറ്റു 100 300 പ്ലസ് 3 അല്ലേ? ഇനി ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4653 എന്ന് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ 29 ഇൻറ്റു 46. 29 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30 മൈനസ് 1 46നെ 50 മൈനസ് 1 എന്ന് മാറ്റി എഴുതി. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 30 കൊണ്ട് 50യെയും 30 കൊണ്ട് 4നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് 50യെയും 1 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 30 ഇൻറ്റു 50 അല്ലേ? മൈനസ് 30 ഇൻറ്റു 4 മൈനസ് 1 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 4 എന്ന് കിട്ടി. 30 ഇൻറ്റു 50 എത്രയാണ്? 1500 മൈനസ് 30 ഇൻറ്റു 4 120 മൈനസ് 1 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 4 അല്ലേ? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1334 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 9.5 ഇൻറ്റു 19 ഇൻറ്റു ഹാഫ് അല്ലേ? ഇനി ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുന്നത്? 9.5 അല്ലേ? 10ൽ നിന്ന് ഹാഫ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 10 മൈനസ് 1/2 ഇൻറ്റു 19.5നെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? 20ൽ നിന്ന് ഹാഫ് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 20 മൈനസ് ഹാഫ് എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 10 കൊണ്ട് 20യെയും 10 കൊണ്ട് ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഹാഫ് കൊണ്ട് 20യെയും ഹാഫ് കൊണ്ട് ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 ഇൻറ്റു 20 മൈനസ് 10 ഇൻറ്റു ഹാഫ് മൈനസ് ഹാഫ് ഇൻറ്റു 20 പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 20 200 മൈനസ് 10 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 10 ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ? 5 എന്ന് കിട്ടി. ഇനി ഇവിടെ മൈനസ് ഹാഫ് ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ ഇവിടെ 22ൽ ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ? 10 എന്ന് കിട്ടി. പ്ലസ് 1/2 ഇൻറ്റു 1/2 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്റർ അല്ലേ? 1 ഇൻറ്റു 1 1
ഡിനോമിനേറ്റർ 2 ഇൻറ്റു 2 4 അല്ലേ? അപ്പോൾ 1/4 എന്ന് കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 185 ആൻഡ് 1/4 എന്ന ആൻസർ കിട്ടി.